വെൽക്കം ബാക്ക് ടു അനു നിതിൻ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. സമ്മർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സമ്മർ എന്ന് പറയുമ്പോൾ എന്തായാലും അറിയായിരിക്കുമല്ലോ, മാംഗോ സീസണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ലുലുവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോസ് കിട്ടുന്നതിനെ പറ്റിയിട്ട്. പക്ഷേ ഇത്തവണ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് മാംഗോസ് മേടിച്ചാലോ? യൂഷ്വൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഷക്ലനിൽ പോയപ്പോഴാണ് അവിടെ മാംഗോ കാല നടക്കുന്നത് കണ്ടത്. ലുലുവിലെ മാംഗോ മീനിക്ക് ശേഷം വീണ്ടും ഷക്ലനിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാംഗോസ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. മാങ്ങകളുടെ രാജാവായ അൽഫോൺസോ മാങ്ങ തൊട്ട് കേസർ, ബാദാമി, മല്ലിക, നമ്മുടെ നാടൻ മാങ്ങ മുതൽ തായ് വെറൈറ്റീസും വിയറ്റ്നാം വെറൈറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന മാങ്ങ കണ്ടോ, അതിൻ്റെ വലിപ്പം കണ്ടോ? ഇത് ഒരു വിയറ്റ്നാമി വെറൈറ്റിയാണ്. പിന്നെ ദേ നമ്മുടെ നാടൻ മാങ്ങയുണ്ട്. പിന്നെ ദാ ഈ കാണുന്നത് ഒരു തായ് വെറൈറ്റിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മേടിച്ചത് അൽഫോൺസോ, കേസർ, മാംഗോ കെൻറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇത് വിയറ്റ്നാം എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇങ്ങനെ പല കളറിലും സൈസിലും മാങ്ങ കാണുന്നത് ഇങ്ങനെ മാംഗോ ഫെസ്റ്റിവൽ വന്ന സമയത്താണ്. മാങ്ങകൾക്ക് മാത്രമല്ല കേട്ടോ, മാങ്ങയുടെ പ്രോഡക്ട്സിനും ഓഫർ ഉണ്ട്. അതായത് ജാം, ജ്യൂസസ്, ഐസ്ക്രീം എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. ഷക്ലനിൽ പോയിട്ട് ഞാൻ മേടിച്ച അടുത്ത സെറ്റ് ഓഫ് മാംഗോസ് ആണിത്. ഇതാണ് മാംഗോ കെൻറ്റ്, ഇത് അൽഫോൺസോ, ഇനി ഇത് തൈമൂർ, ആൻഡ് ഇത് കേസർ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. എല്ലാവരും മാങ്ങ കിട്ടിയ പുട്ടും മാങ്ങയും കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്താലോ? മാങ്ങ ഉണ്ടാവുമ്പോൾ പുട്ടുണ്ടാവില്ല, പുട്ടുണ്ടാവുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് മാങ്ങയും ഉണ്ട്, പുട്ടുപൊടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പുട്ടുണ്ടാക്കാം, എന്നിട്ട് മാങ്ങയും കൂട്ടി കഴിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ പുട്ടും മാമ്പഴവും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. ഞാൻ കുറച്ചൊരു സ്കെപ്റ്റിക്കൽ ആയിരുന്നു ഇത് ട്രൈ ചെയ്യുമ്പോൾ. കാരണം
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ രണ്ടും വേസ്റ്റ് ആവില്ലേ എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കൊണ്ടുപോകുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെയാണ് ഞാൻ കൊണ്ടുപോകാറ്. അങ്ങനെ ചോറും കറിയും ഞാൻ കൊണ്ടുപോകാറില്ല, കാരണം എനിക്കത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ കുറച്ചൊരു സ്ലോ ഈറ്റർ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാറ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും എനിക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടും അമ്മ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുട്ടിൻ്റെ പൊടി നമ്മുടെ പുട്ടൂറ്റിയിൽ ഇടുന്നതിനോടൊപ്പം തന്നെ നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ തേങ്ങ ഇടുന്ന പോലെ പഴമാണ് ഇടുന്നത്. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പം, അതായത് പുട്ട് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നേന്ത്രപ്പഴവും നല്ല സ്റ്റീം ചെയ്ത് വരുമല്ലോ. അപ്പോൾ അത് കൂട്ടി കഴിക്കുമ്പം കിട്ടുന്നൊരു ടേസ്റ്റാണ് എനിക്ക് ഈ പുട്ടും മാങ്ങയും കഴിച്ചപ്പോൾ കിട്ടിയത്. ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്ത വെറൈറ്റി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, നാടൻ മാമ്പഴത്തിന് വേറെ രുചിയായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തത് മാംഗോ തൈമൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേടിക്കാൻ കിട്ടും, ആ ഒരു വെറൈറ്റിയാണ് ട്രൈ ചെയ്തത്. സോ എനിക്ക് ആ ഒരു ടേസ്റ്റാണ് കിട്ടിയത്. അതായത് നമ്മുടെ പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ആ ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുമല്ലോ, നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം ചിലപ്പോൾ വരില്ല. എല്ലാവരുടെയും പറമ്പിൽ തന്നെ മാങ്ങയും മാവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതോടുകൂടി മാംഗോ സീസണും തീർന്നു എൻ്റെ വീഡിയോസിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.